ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വാമ്പയർ ഡിറ്റക്റ്റീവിൻ്റെ സെക്കൻഡ് എപ്പിസോഡാണ്. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മുടെ നായകനായിട്ടുള്ള യൂൻ സാൻ മിന്നിൻ്റെ ഡ്രഗ് ഇഞ്ചെക്ഷനിലൂടെ ഒരു വാമ്പയറായിട്ട് തീരുന്നത് നമ്മൾ കണ്ടതാണ്. അങ്ങനെ വാമ്പയറായിട്ട് മാറിയ നമ്മുടെ സാനിന് എന്തൊക്കെ കാര്യങ്ങളാണ് നേരിടേണ്ടി വന്നതെന്ന് അറിയാനായിട്ട് സ്കിപ്പ് ചെയ്യാതെ ഈ ഒരു എപ്പിസോഡ് മുഴുവൻ കാണണേ. അങ്ങനെ ഈ ഒരു എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ സാൻ ഭയങ്കരമായിട്ട് വർക്കൗട്ട് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അവൻ ഓൾറെഡി നെഞ്ചിൽ വെടിയേറ്റത് പിന്നെ ഇങ്ങനെ ഭയങ്കരമായിട്ട് എക്സസൈസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ക്ഷീണവും ശ്വാസമുട്ടും അങ്ങനെയെല്ലാം അനുഭവപ്പെടാറുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അവൻ ആ ഒരു ത്രെഡ്മില്ലിൽ എക്സസൈസ് ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ അവൻ നേരിടേണ്ടി വരാറുള്ള ഒരു ബുദ്ധിമുട്ടുകളും ഇന്ന് അവന് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. മാത്രമല്ല അവൻ്റെ ചെസ്റ്റിലുണ്ടായിരുന്ന ആ ഒരു ഗൺ ഷോട്ടിൻ്റെ മുറിവും ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങിപ്പോയിരിക്കുന്നത് അവൻ ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ ഇതെന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാവാതെ അവൻ നിൽക്കുന്ന സമയത്താണ് കുറെ പെട്ടികളൊക്കെ ആയിട്ട് അവരുടെ ആ ഒരു വീട്ടിലേക്ക് വൂള് എത്തുന്നത്. അവളെ കണ്ടിട്ട് നീ എന്താണ് ഇവിടെയെന്ന് ഹ്യങ് ചോദിക്കുമ്പോൾ ഇനി മുതൽ അവൾ ഇവിടെയാണ് താമസിക്കുന്നതെന്ന് അവന് റിപ്ലൈ കൊടുക്കുന്നുണ്ട്. മാത്രമല്ല ഇവിടെ ഫ്രീ ആയിട്ട് താമസിക്കാനാണോ നിന്റെ ഉദ്ദേശം എന്ന് അവർ ചോദിക്കുമ്പോൾ അവളുടെ കയ്യിലുള്ള അക്കൗണ്ട് ബുക്ക് എടുത്ത് കാണിച്ചു കൊടുത്ത് അതിലുണ്ടായിരുന്ന എമൗണ്ട് ഫുള്ള് അവരെ കാണിക്കുന്നുണ്ട്. താനിവിടെ നിൽക്കാൻ വന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് തൻ്റെ ചേട്ടൻ്റെ മരണത്തിന് പുറകിലുള്ള ആ ഒരു മിസ്റ്ററി കണ്ടുപിടിക്കാനും അതിന് കാരണക്കാരായിട്ടുള്ളവരെ അവരർഹിക്കുന്ന രീതിയിൽ ഒരു ശിക്ഷ കൊടുക്കാനുമായിട്ടാണെന്ന് അവൾ പറയുന്നുണ്ട്. അവൾ പറയുന്നതിലൊക്കെ അത്രയും തന്നെ കാര്യമുള്ളതുകൊണ്ട് അവൾ മനഃപൂർവ്വം അവിടെ നിന്ന് ഇറക്കി വിടാനും സാനിനും ഹങ്ങിനും കഴിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അടുത്ത സീനിൽ നമ്മുടെ സാനിന് ഒരു മെഡിക്കൽ എക്സാമിനേഷന് വേണ്ടിയിട്ട് കൊണ്ടുപോകുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നൊരു നേഴ്സ് ഇഞ്ചെക്ട് ചെയ്തിട്ട് അവൻ്റെ ബ്ലഡൊക്കെ കളക്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു ബ്ലഡ് കാണുമ്പോൾ സാനിൻ്റെ കണ്ണുകൾ പയ്യെ ഒരു യെല്ലോ കളറിലേക്ക് മാറുന്നത് നമുക്ക് കാണാം. മാത്രമല്ല ഈ ഒരു സമയത്ത് ഭയങ്കരമായിട്ട് അവൻ സ്വെറ്റ് ചെയ്യുമ്പോൾ തൻ്റെ ബോഡിയിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് നടക്കുന്നതെന്ന് അവൻ തന്നെ ആലോചിക്കുമ്പോഴാണ് മിന്ന് അന്ന് ഇവൻ്റെ ബോഡിയിലേക്ക് എന്തോ ഇഞ്ചെക്ട് ചെയ്തെന്നും അതിനുശേഷമാണ് അവൻ ഇതുപോലെ വളരെ ചേഞ്ചസ് ഒക്കെ ഉണ്ടാവാനായിട്ട് തുടങ്ങിയതും അവൻ ഓർത്ത് എടുക്കുന്നുണ്ട്. അങ്ങനെ അവർ വീട്ടിലേക്ക് തിരിച്ചെത്തുന്ന സമയത്ത് അവിടെ അവരെ കാണാനായിട്ട് ഒരു ന്യൂസ് റിപ്പോർട്ടർ എത്തിയിട്ടുണ്ടെന്ന് ഊള് പറയുന്നുണ്ട്. ആ ലേഡി ആകട്ടെ നമ്മുടെ സാനിൻ്റെ എക്സ് ഗേൾ ഫ്രണ്ട് ആയിട്ടുള്ള യൂജിൻ ചെയ്യുന്ന പോലെ തന്നെ അവളുടെ കഴുത്തിൽ കിടക്കുന്ന പെൻഡന്റ് ടെൻഷനൊക്കെ വരുമ്പോൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് കാണുന്ന സാൻ നിങ്ങൾക്ക് ടെൻഷൻ വരുമ്പോൾ അങ്ങനെ ചെയ്യുന്നൊരു ഹാബിറ്റ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവള് അത് ശരിയാണെന്ന് പറയുമ്പോൾ നമ്മുടെ സാനിന് യൂജിനെ പറ്റിയിട്ടുള്ള ഓർമ്മകളെല്ലാം വരുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം നിങ്ങൾക്ക് ഞങ്ങളുടെ എന്ത് സഹായമാണ് വേണ്ടതെന്ന് അവർ ചോദിക്കുമ്പോഴാണ് അന്ന് രാവിലെ നടന്ന ഒരു കാര്യം ആ ഒരു റിപ്പോർട്ടർ പറയുന്നത്. രാവിലെ പതിവ് പോലെ തന്നെ ന്യൂസ് എല്ലാം വായിക്കാനായിട്ട് അവൾ റെഡി ആവുന്ന സമയത്ത് അവിടുത്തെ ക്യാബിനറ്റിൽ നിന്ന് ഒരു സൗണ്ട് കേട്ട് അത് അവൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അതിനുള്ളിൽ ഒരു ഡെഡ് ബോഡി അവൾ കാണുന്നുണ്ട്. വേഗം തന്നെ അവൾ സെക്യൂരിറ്റി ഓഫീസറെ കൊണ്ട് ആ ഒരു ക്യാബിനറ്റ് വീണ്ടും ചെക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ആ ഒരു ഡെഡ് ബോഡി ഉണ്ടായിരുന്നില്ല. പക്ഷെ താഴെ നിന്ന് അവൾക്കൊരു നോട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ എന്തോ ഒന്ന് നീ ഞങ്ങൾക്ക് റിട്ടേൺ ചെയ്യണമെന്നും അല്ലെങ്കിൽ ഇതുപോലെ ഇനിയും ഡെഡ് ബോഡീസിനെ നീ കാണേണ്ടി വരുമെന്നും പറയുന്നുണ്ട്. അങ്ങനെ സാനും ഹ്യങ്ങും കൂടിയിട്ട് അവിടേക്ക് പോയിട്ട് ഇതെല്ലാം ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ആ ഒരു ക്യാബിനറ്റ് അകത്ത് നിന്ന് സാന് ഒരു ബ്ലഡ് സ്റ്റെയിൻ കാണുന്നുണ്ട്. അത് കണ്ടപ്പോൾ തന്നെ അവന്റെ ഐസ് വീണ്ടും ഒരു യെല്ലോ കളറിലേക്ക് മാറിയിട്ട് ആ ഒരു ഡെഡ് ബോഡീനെ അവിടെ ഉള്ളതായിട്ട് അവൻ വീണ്ടും ഇമാജിൻ ചെയ്ത് കാണുന്നുണ്ട്. മാത്രമല്ല വളരെ വിചിത്രമായിട്ട് മറ്റാർക്കും കാണാൻ പറ്റാത്ത എന്തൊക്കെയോ അവന് കാണാനും ഫീൽ ചെയ്യാനും തുടങ്ങാണ്. അങ്ങനെ അവൻ പുറത്തേക്ക് നോക്കുമ്പോൾ ആരോ ഒളിച്ചിരുന്ന് ഇവരെ വാച്ച് ചെയ്യുന്നത് പോലെ അവന് ഫീൽ ചെയ്തിട്ട് അവൻ അവിടെ നിന്ന് നോക്കുമ്പോൾ പെട്ടെന്നൊരാൾ അവിടെ നിന്ന് ഓടിപ്പോകുന്നുണ്ട്. അങ്ങനെ അയാളെയും ഫോളോ ചെയ്ത് അവിടെ കിടന്നിരുന്ന ഒരു സ്റ്റിക്ക് എടുത്ത് അയാളുടെ നേരെ എറിഞ്ഞ് അയാളെ ബോധം കെടുത്തി അയാളുടെ അടുത്തേക്ക് അവൻ വരാൻ നിൽക്കുന്ന സമയത്ത് ആരോ ഒരാൾ പെട്ടെന്ന് അവന് ബാക്കിൽ കൂടെ വന്ന് സാനിന്റെ തലയുടെ പുറകിലടിച്ച് അവന് ബോധം കെടുത്തി നിലത്തേക്ക് വീഴ്ത്തുന്നുണ്ട്. അങ്ങനെ നമ്മൾ പോകുന്നത് ഫ്ലാഷ് ബാക്കിലോട്ടാണ്. അവിടെ സാനും യൂജിനും ഒരുമിച്ചിരുന്ന് പണ്ട് അവർ കപ്പിൾസ് ആയിരുന്ന സമയത്തെ ആ ഒരു അണ്ടർ കവർ ഓപ്പറേഷന് അവർക്ക് എങ്ങനെ ഫൈറ്റ് ചെയ്യാൻ പറ്റുമെന്നും എന്തൊക്കെയായാലും അവർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മൾ ആ ഒരു കാര്യം കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ മാക്സിമം ട്രൈ ചെയ്ത് നമ്മുടെ ബെസ്റ്റ് തന്നെ ആ ഒരു കേസിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല യൂജിൻ ഈ ഒരു സമയത്ത് സാനിന്റെ അടുത്ത് നീ ഒന്നും കൊണ്ടും പേടിക്കേണ്ടെന്നും എന്തൊക്കെ ആയാലും നിന്നെ തേടി വരുന്നവരെ നീ ഹെൽപ്പ് ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ അവന് അത് ആക്സെപ്റ്റ് ചെയ്യുന്ന ആ ഒരു ഫ്ലാഷ് ബാക്കിൽ നിന്ന് വീണ്ടും നമ്മൾ പ്രസന്റിലേക്ക് വരുമ്പോൾ അടികിട്ടി താഴെ കിടക്കാണ് സാൻ. എണീക്കുന്ന സമയത്ത് അവൻ്റെ സൈഡിലായിട്ട് അവനൊരു നോട്ടും കാണുന്നുണ്ട്. അവൻ നേരെ തന്നെ അതെടുത്ത് റിപ്പോർട്ടറുടെ കയ്യിൽ കൊടുക്കുമ്പോൾ ഇനി അവൾക്ക് 18 മണിക്കൂറും കൂടി ബാക്കിയുള്ളൂ എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. ഇതിനു മുമ്പ് വന്ന നോട്ടിൽ എന്തോ ഒരു കാര്യം അവർക്ക് വേണ്ടി റിട്ടേൺ ചെയ്യണമെന്ന് എഴുതിയിട്ടുണ്ടെങ്കിലും റിട്ടേൺ ചെയ്യേണ്ട ആ ഒരു സാധനം എന്താണെന്ന് ആ ഒരു റിപ്പോർട്ടർക്കും ഇവർക്കാർക്കും യാതൊരു ഐഡിയയും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ആകെ കൂടി ഇവർക്ക് അറിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആ ഒരു ഡെഡ് ബോഡി ബോവൻ എന്ന് പറയുന്ന അവരുടെ തന്നെ ബ്രോഡ്കാസ്റ്റിംഗ് സ്റ്റേഷനിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു ജൂനിയർ ആങ്കർ
ആരുടേതായിരുന്നു എന്ന് മാത്രമാണ്. പക്ഷെ എന്നാൽ പോലും ആ ഒരു ഡെഡ് ബോഡി എവിടെ പോയിന്ന് അവർക്ക് യാതൊരു ഐഡിയയും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഈ മരണപ്പെട്ട ബോയൻ എന്ന് പറയുന്ന ആ ഒരു ജൂനിയർ ആങ്കറിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാനായിട്ട് ഒരു ഹാക്കർ ആയിട്ടുള്ള വൂളിന്റെ ഹെൽപ്പ് അവർ രണ്ടുപേരും തേടുന്നുണ്ട്. ഇതേ സമയം സാൻ ആകട്ടെ ആ ഒരു റിപ്പോർട്ടർ അവളുടെ ന്യൂസ് എല്ലാം കൊടുക്കാനായിട്ട് പ്രിപ്പയർഡ് ആകുന്ന സമയം അവിടെ ഉണ്ടായിരുന്ന ഒരു സ്റ്റാഫിനോട് ഈ ഒരു റിപ്പോർട്ടറും മരിച്ചുപോയ ആ ഒരു ആങ്കറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ തമ്മിൽ അത്ര നല്ല ഒരു ബന്ധമല്ല ഉണ്ടായിരുന്നതെന്നും ഈ റിപ്പോർട്ടർ ആകട്ടെ അത്ര നല്ലൊരു സ്ത്രീയൊന്നുമല്ലെന്നും അവൾക്ക് ഒരുപാട് റിലേഷൻഷിപ്സ് ഒക്കെ ഉണ്ടായിരുന്നുവെന്നും അതിന്റെ ബലത്തിലാണ് അവൾക്ക് ഈ ജോലി പോലും കിട്ടിയതെന്നും ആ ഒരു സ്റ്റാഫ് പറയുന്നുണ്ട്. മാത്രമല്ല ഈ ഒരു ഷോയുടെ മുമ്പത്തെ ക്യാമറമാൻ ആയിട്ട് അവൾക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നുവെന്നും പക്ഷെ അവൾ പിന്നീട് വേറൊരു റിച്ച് ആയിട്ടുള്ള ഒരാളെ കല്യാണം കഴിച്ചതിൽ പിന്നെ ഒരു കേസ് അന്വേഷണത്തിന്റെ ഇടയ്ക്ക് വെച്ച് ആ ഒരു ക്യാമറമാൻ സൂയിസൈഡ് ചെയ്തു പറഞ്ഞിട്ട് അയാളുടെ ഒരു വീഡിയോ ആ ഒരു സ്റ്റാഫ് ഇപ്പോൾ സാനിന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. മാത്രമല്ല അവന്റെ ഒരു മരണവാർത്ത അറിഞ്ഞിട്ട് പോലും നമ്മുടെ റിപ്പോർട്ടർ ഒരിക്കൽ പോലും അവനെ കാണാനായിട്ട് ചെന്നില്ലെന്നും അവന്റെ ഫ്യൂണറൽ അറ്റൻഡ് ചെയ്തിട്ടില്ല എന്നും പറയുമ്പോൾ അതൊക്കെ കേട്ട് സാനിനും വളരെയധികം സംശയങ്ങളൊക്കെ തോന്നുന്നുണ്ട്. മാത്രമല്ല മരിച്ചുപോയ ആ ഒരു ആങ്കറിനെ പറ്റി വൂള് കുറെ അന്വേഷിക്കുമ്പോൾ ആ ഒരു ആങ്കർ ആകട്ടെ വൂളിന് പരിചയമുള്ള ഒരാളുടെ കയ്യിൽ നിന്ന് കുറെ ലോണുകളൊക്കെ എടുത്തിട്ട് അതൊക്കെ അടയ്ക്കാനായിട്ടുള്ള പ്രയാസത്തിലായിരുന്നുവെന്ന് വൂളിന് മനസ്സിലാവുമ്പോൾ അവള് സാനിനെയും ഹങ്ങിനെയും കൂട്ടിയിട്ട് ആ ഒരു ലോൺ ഷാർക്കിനെ കാണാനായിട്ട് പോകുന്നുണ്ട്. പിന്നീട് മരണപ്പെട്ട ആ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ അയാൾക്ക് കാണിച്ചു കൊടുത്തിട്ട് അവളെ അറിയുമെന്ന് ചോദിക്കുമ്പോൾ അയാള് ഉരുണ്ട് കളിക്കുന്നത് കാണുമ്പോൾ വൂള് ഒന്ന് അയാൾക്കിട്ട് കൊടുക്കുന്നുണ്ട്. ഇതേ സമയത്ത് അയാൾ തിരിച്ചറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ സാനും ഹങ്ങും കൂടി അതിലിടപെട്ട് അവിടെ ചെറിയ ഒരു ഫൈറ്റ് തന്നെ നടക്കുന്നുണ്ട്. അതിന്റെ അവസാനം തങ്ങളോട് ജങ് ജി വൂങ് എന്ന് പറയുന്ന ഒരാള് നിർദ്ദേശിച്ചതുപോലെയാണ് തങ്ങൾ ഇതുവരെ ചെയ്തതെന്നും അല്ലാതെ ഞങ്ങളായിട്ട് ആ ഒരു ആങ്കറിനെ ഒരു രീതിയിലും ഉപദ്രവിച്ചിട്ടില്ലെന്നൊക്കെ ആ ഒരു ലോൺ ഷാർക്ക് പറയുന്നുണ്ട്. ഇതേ സമയം ഹ്യങ് ആകട്ടെ സാനിന്റെ ബ്ലഡ് ടെസ്റ്റിന്റെ റിപ്പോർട്ടൊക്കെ വാങ്ങിക്കാനായിട്ട് ഡോക്ടറെ കാണാനായിട്ട് പോകുമ്പോൾ ഇന്നേ വരെ ഒരു മനുഷ്യനിലും കാണാൻ പറ്റാത്ത എന്തോ ഒരു എലമെന്റ് സാനിന്റെ ബ്ലഡില് ഡോക്ടർ കണ്ടിട്ടുണ്ടെന്നും ഒരു ലോകത്തിൽ തന്നെ ആർക്കും ഉള്ള ഒരു ബ്ലഡ് ടൈപ്പ് അല്ല അതെന്നും പക്ഷെ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് തനിക്കൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ലെന്നും ആ ഒരു ഡോക്ടർ പറയുന്നത് കേൾക്കുന്ന ഹ്യങ് ചെറുതായിട്ട് ഷോക്ക്ഡ് ആവുന്നുണ്ട്. ഈ സമയം സാൻ ആകട്ടെ ആ ഒരു റിപ്പോർട്ടറിനെ കണ്ടിട്ട് ഈ ജങ് ജി വൂങ്ങിനെ അറിയോന്ന് ചോദിക്കുമ്പോൾ അയാള് ഈ പബ്ലിക് വെൽഫെയറിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് അയാളുടെ ഒരു ഇന്റർവ്യൂ പണ്ട് ഈ ഒരു റിപ്പോർട്ടർ എടുത്തിട്ടുണ്ടെന്നും പക്ഷെ അയാളും അയാളുടെ കമ്പനിയുടെയും പുറകിൽ എന്തൊക്കെയോ മിസ്റ്റീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ നടന്നുവെന്നും ഇതിനെ പറ്റിയൊക്കെ അന്വേഷിക്കുന്ന സമയത്താണ് അവരുടെ ക്യാമറമാൻ സൂയിസൈഡ് ചെയ്ത് മരിക്കുന്നതെന്നും അതോടുകൂടി ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ അവർ അവസാനിപ്പിച്ചുവെന്നും ആ ഒരു റിപ്പോർട്ടർ പറയുമ്പോൾ നിങ്ങൾ തമ്മിൽ അത്രയും ക്ലോസ് ആയിട്ടും അയാളുടെ ഫ്യൂണറൽ എന്തുകൊണ്ടാണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യാതെ ഇരുന്നതെന്ന് സാൻ ആ ഒരു റിപ്പോർട്ടറോട് ചോദിക്കുന്നുണ്ട്. ഈ സമയം അതിന് വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരം കൊടുക്കാതെ അവള് പെട്ടെന്ന് വിഷയം മാറ്റുന്നത് കാണുന്ന സാനിന് അവളെ പറ്റി ചെറിയ ഡൗട്ടൊക്കെ തോന്നുന്നുണ്ട്. അങ്ങനെ അവന് തോന്നുന്ന സംശയങ്ങളെല്ലാം അവൻ ഹങ്ങിന്റെ അടുത്തും വൂളിന്റെ അടുത്തും പറയുന്നുണ്ട്. മാത്രമല്ല അവളെ പറ്റി ഒന്ന് തറവായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണമെന്നും അവൾ എന്തോ നമ്മുടെ അടുത്ത് നിന്ന് ഒളിപ്പിക്കുന്നുണ്ടെന്നും സാൻ പറയുന്നുണ്ട്. അങ്ങനെ സൂയിസൈഡ് ചെയ്ത് മരിച്ചുപോയ ആ ഒരു ക്യാമറമാനെ പറ്റിയിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് സാനും ഹങ്ങും കൂടിയിട്ട് അയാളുടെ സിസ്റ്ററിനെ ചെന്ന് കാണുന്നുണ്ട്. അങ്ങനെ ആ ഒരു ക്യാമറമാന്റെ റൂം പരിശോധിക്കുന്ന സമയത്ത് അവിടെ റിപ്പോർട്ടറുമായിട്ടുള്ള കുറെ ഫോട്ടോസും കുറെ ഫിലിമുകളും അവർ കാണുന്നുണ്ട്. പിന്നീട് അവർ രണ്ടുപേരും കൂടി ആ ഒരു കേസ് അന്വേഷിച്ചിരുന്ന ഒരു ഡിറ്റക്റ്റീവിനെ പോയിട്ട് കണ്ടിട്ട് ആ കേസ് ഫയൽസ് ഒക്കെ വാങ്ങിക്കുന്നുണ്ട്. ഒരു സൂയിസൈഡ് നോട്ടൊന്നും വെക്കാതെ കുറെ മരുന്നുകൾ കഴിച്ചിട്ടാണ് അയാൾ സൂയിസൈഡ് ചെയ്തതെന്ന് ആ ഒരു ഡിറ്റക്റ്റീവ് പറയുന്നുണ്ട്. മാത്രമല്ല വീടൊന്നും ഇല്ലാതെ ഹോംലെസ് ആയിട്ടുള്ള ഒരുപാട് പേര് പെട്ടെന്ന് മിസ്സിംഗ് ആവുന്നുവെന്നും അതിന് പുറകില് ഈ ബ്ലാക്ക് മാർക്കറ്റിൽ ഓർഗൻസ് ഒക്കെ വിറ്റ് കൊടുക്കുന്ന വലിയ വലിയ തലവന്മാരാണെന്നൊക്കെ ഉള്ളൊരു റൂമറും ഡിറ്റക്റ്റീവ് പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് അവര് ആ ഒരു ക്യാമറമാൻ മരിച്ചു കിടന്ന അബാൻഡൻഡ് ആയിട്ടുള്ള ആ ഒരു പള്ളിയിലേക്ക് ചെന്നിട്ട് അവിടെ നോക്കുമ്പോൾ ആ ഒരു ക്യാമറമാന്റെ ബ്ലഡ് സ്റ്റെയിൻ അവിടെ സാനിന് കാണാനായിട്ട് സാധിക്കുകയാണ്. ബ്ലഡ് കണ്ടപ്പോൾ തന്നെ അവന്റെ ഉള്ളിലുള്ള വാമ്പയറിന്റെ പവേഴ്സ് ഒക്കെ വന്നിട്ട് അവന്റെ കണ്ണെല്ലാം യെല്ലോ ആയിട്ട് അന്ന് നടന്ന എല്ലാ കാര്യങ്ങളും അവൻ കാണുന്നുണ്ട്. അതില് ആ ഒരു ക്യാമറമാൻ ഒരു ബെഞ്ചിമേലിരുന്ന് എന്തോ കത്തിച്ചതിന് ശേഷം തന്റെ പോക്കറ്റിൽ വെച്ചിരുന്ന ആ ഒരു വിഷം കുടിച്ച് ചോര ഛർദ്ദിച്ച് മരിക്കുകയാണ് ചെയ്തത്. തനിക്ക് എന്താണ് ഇങ്ങനെയൊക്കെ കാണാനായിട്ട് സാധിക്കുന്നത് എന്നതിന്റെ ഷോക്കില് അവൻ നിൽക്കുമ്പോഴാണ് അവനൊരു ഫോൺ കോൾ വരുന്നത്. അതില് വൂൾ അവനെ വിളിച്ചിട്ട് ആ ഒരു റിപ്പോർട്ടർ ഹൈഡ് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു സീക്രട്ട് താൻ കണ്ടുപിടിച്ചു എന്ന് പറയാണ്. അടുത്ത സീനില് സാന് ആ ഒരു റിപ്പോർട്ടറുമായിട്ട് സംസാരിക്കുമ്പോൾ ആ റിപ്പോർട്ടറുടെയും ക്യാമറമാന്റെയും ഹാക്ക് ചെയ്ത് കണ്ടുപിടിച്ചിട്ടുള്ള അവരുടെ ക്ലോസ് ആയിട്ടുള്ള ഒരു ഫോട്ടോ ഇപ്പൊ അവൻ
ആ ഒരു റിപ്പോർട്ടറിന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അത് കാണുമ്പോൾ തന്നെ അവർ ഓൾറെഡി ഒരു റിലേഷൻഷിപ്പിലായിരുന്നു എന്നുള്ളൊരു കാര്യം ആ ഒരു റിപ്പോർട്ടർ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നീട് സാൻ അവൾക്ക് ഒരു ലിസ്റ്റ് കാണിച്ചു കൊടുത്തിട്ട് ആ ഒരു ക്യാമറമാൻ ഏറ്റവും കൂടുതൽ വാങ്ങിച്ച ലിസ്റ്റിൽ ഒരു ഹിഡൻ ക്യാമറ ഉണ്ടെന്നും ഇനി എങ്ങാനും നിങ്ങളുടെ പ്രൈവറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും മൊമെന്റുകൾ ഒരു ഹിഡൻ ക്യാമറ ഉപയോഗിച്ച് അവൻ പകർത്തിയിട്ടുണ്ടോ എന്ന് സാൻ ചോദിക്കുന്നുണ്ട്. കാരണം അവർക്ക് വന്ന ആ ഒരു നോട്ടിൽ പറഞ്ഞിരിക്കുന്ന റിട്ടേൺ ചെയ്യേണ്ട കാര്യം ആ ഒരു വീഡിയോ ആണോ എന്ന് സാനിന് സംശയമുണ്ടായിരുന്നു. പക്ഷെ ഇത് കേൾക്കുന്ന റിപ്പോർട്ടർ ആകട്ടെ തന്റെ ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള ക്യാമറമാൻ ഒരിക്കലും അങ്ങനത്തെ ഒരാളല്ലെന്നും പ്രൊഫഷണൽ യൂസിന് വേണ്ടിയിട്ടായിരിക്കാം അദ്ദേഹം അങ്ങനെ വാങ്ങിച്ചതെന്നും പറയുന്നുണ്ട്. അങ്ങനെ അടുത്ത സീനിൽ സാന് അവനെ തന്നെ വീടൊന്നും ഇല്ലാത്ത ഒരു ഹോംലെസ് ആയിട്ട് ഡ്രസ് ചെയ്തിട്ട് ഒരു സ്ട്രീറ്റിന്റെ സൈഡിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് കിടക്കുകയാണ്. ഇങ്ങനെ ഹോംലെസ് ആയിട്ട് കിടക്കുന്ന ആൾക്കാരും ഹ്യൂമൻ ട്രാഫിക്കിങ്ങും ജങ് ജി വൂങ്ങും തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്നും അത് കണ്ടുപിടിക്കാനായിട്ടാണ് ഇപ്പോ ഇവനിങ്ങനെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവൻ കിടക്കുന്ന അതേ ടൈമിൽ തന്നെ ഒരു ആംബുലൻസ് അങ്ങോട്ടേക്ക് വന്നിട്ട് അവനൊരു ഹോംലെസ് ആണെന്ന് തെറ്റിദ്ധരിച്ച് ആ ഒരു വണ്ടിയിൽ ഉണ്ടായിരുന്ന 2 പേരിറങ്ങി അവനെ എടുത്തുകൊണ്ട് എങ്ങോട്ടോ പോകുന്നുണ്ട്. ഇതേ സമയം അവരെ ഫോളോ ചെയ്ത് ഹ്യങ്ങും ആ ആംബുലൻസിന്റെ ബാക്കിൽ പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ആംബുലൻസ് വളരെ റിമോട്ട് ആയിട്ടുള്ള അബാൻഡൻഡ് ആയിട്ടുള്ള ഒരു ഏരിയയിലേക്ക് കടക്കുകയാണ്. പിന്നീട് ആ ആംബുലൻസിൽ ഉണ്ടായിരുന്ന 2 പേരും കൂടിയിട്ട് സാനിനെ എടുത്തിട്ട് ഒരു ഹോസ്പിറ്റൽ ബെഡ്മേക്ക് കിടത്തിയിട്ട് അവന്റെ മേത്ത് എന്തോ ഇഞ്ചെക്ട് ചെയ്യാൻ പോയ സമയത്ത് അവൻ അതിൽ ഒരാളെ അറ്റാക്ക് ചെയ്ത് നിലത്തേക്ക് ഇട്ടിട്ട് അവിടെ ചുറ്റും നോക്കുന്നതിന്റെ ഇടയിലാണ് അവിടെ നിറയെ ഒരുപാട് പേഷ്യൻസിനെ ബ്ലഡ് എല്ലാം കൊടുത്തിട്ടിരിക്കുന്നത് അവൻ കാണുന്നത്. പക്ഷെ അവരുടെയൊക്കെ ബ്ലഡിന്റെ മണം കാരണം കൊണ്ട് അവന്റെ ആ ഒരു വാമ്പയർ പവേഴ്സ് എല്ലാം വന്നു എന്ന് മാത്രമല്ല അവന്റെ സ്മെല്ലൊക്കെ കൊണ്ട് അവൻ ആകെ ഡിസ്റ്റർബ്ഡ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഇതേ സമയം അവിടുന്ന് ആരോ ഓടി പോകുന്നത് അവൻ കാണുന്നുണ്ട്. ഇങ്ങനെ അയാളെയും ഫോളോ ചെയ്തിട്ട് പിന്നീട് അവൻ എത്തുന്നത് 2 കാറുകളുടെ നടുവിലാണ്. അങ്ങനെ ആ 2 കാറും കൂടി അവന് നേരെ വരുന്ന സമയത്ത് അവൻ വളരെ ബുദ്ധിപൂർവ്വം അതിനെ 2 ആക്സിഡന്റിലാക്കുന്നുണ്ട്. ഇതേ സമയം അവിടേക്ക് കുറെ ഗുണ്ടകളൊക്കെ വന്നിട്ട് അവരുടെ നടുക്കായിട്ട് ജങ് വ്യൂളും എത്തുന്നുണ്ട്. പിന്നീട് അവിടെ എന്താ നടന്നതെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. നല്ല അടിപൊളി ഫൈറ്റ് തന്നെയാണ് അവിടെ നടക്കുന്നത്. വാമ്പയർ പവേഴ്സ് ഉപയോഗിച്ച് വളരെ നിസ്സാരമായിട്ടാണ് ഓരോരുത്തരെയും ഇടിച്ച് താഴെ ഇടുന്നത്. ഇതിനിടയിൽ വൂങ്ങും അവൻ അറ്റാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും അവന്റെ പവറിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാനായിട്ട് അയാൾക്കും പറ്റിയില്ല. അങ്ങനെ ഫൈറ്റിനൊക്കെ ശേഷം സാനും ബോധം കെട്ട് നിലത്തേക്ക് വീഴുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം അവൻ കണ്ണ് തുറക്കുന്ന സമയത്ത് അവൻ ആ ഒരു ഹോസ്പിറ്റലിലാണ് ഉള്ളത്. അടുത്തായിട്ട് ഹ്യങ്ങും ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നലത്തെ ആ ഒരു അറ്റാക്കില് സാനിന് വയറ്റില് ഒരു കുത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിലും രാവിലെ എണീക്കുമ്പോൾ ഒരു മുറിവ് കാണാതെ ഹ്യങ്ങും അതുപോലെ സാനും പരസ്പരം ഷോക്ക്ഡ് ആയിട്ട് നിൽക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസത്തെ ന്യൂസിൽ മരിച്ചുപോയ ആ ഒരു ആങ്കറിന്റെ ബോഡി അവിടെ നിന്ന് കണ്ടുപിടിച്ചുവെന്നും മാത്രമല്ല ഈ ഓർഗൻ ട്രാഫിക്കിങ്ങിന്റെ ഒക്കെ മുമ്പിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആ പ്രതികളായിട്ടുള്ള വൂങ്ങിനെയും കൂട്ടരെയും അറസ്റ്റ് ചെയ്തുവെന്നും റിപ്പോർട്ടർ തന്നെ വായിക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് ആ ഒരു റിപ്പോർട്ടർ സാനിനെ മീറ്റ് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. അപ്പോഴാണ് പണ്ട് ചെറുപ്പത്തിൽ മുതൽ ആ റിപ്പോർട്ടറും ക്യാമറമാനും കമ്പനി ആയിരുന്നുവെന്നും അങ്ങനെയിരിക്കെ അവന്റെ മരണത്തിന് മുമ്പ് അവളുടെ ഒരു എക്സ്പോസ്ഡ് ആയിട്ടുള്ളൊരു വീഡിയോ അവൻ വിറ്റ് പൈസ കിട്ടാനായിട്ട് നോക്കുന്നതിന്റെ പേരിൽ അവളും ആ ഒരു ക്യാമറമാനും തമ്മിൽ ബ്രേക്കപ്പ് ആവുകയും അവള് വേറൊരാളെ മാരി ചെയ്യുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല ആ ഒരു ക്യാമറമാൻ തന്നെ ചതിച്ചു എന്ന വിശ്വാസത്തിലായിരുന്നു ഇത്രയും നാള് റിപ്പോർട്ടർ ഇരുന്നിരുന്നത്. പക്ഷെ അപ്പോഴാണ് താന് അയാളുടെ വീട്ടിലേക്ക് പോയപ്പോൾ അയാൾ ഒളിപ്പിച്ചു വെച്ച നിലയിൽ കുറച്ച് ക്യാമറാസ് അവന് കിട്ടുന്നത്. അതായത് ഈ റിപ്പോർട്ടർ വിചാരിച്ചിരുന്ന പോലെ ക്യാമറമാൻ അവളെ ചതിച്ച് ആ വീഡിയോസ് ഒന്നും ഒരിക്കലും ലീക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അവൻ ഓൾറെഡി ജീവുമായിട്ട് ഒരു ഡീൽ ഉണ്ടായിരുന്നതുകൊണ്ട് ജീവുങ് പല വിധത്തിൽ അവനെ വന്ന് ടോർച്ചർ ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അയാളുടെ ത്രെറ്റനിങ് ഒന്നും സഹിക്കാൻ പറ്റാതെയാണ് അവൻ ആ ഒരു പള്ളിയിൽ വെച്ച് സൂസൈഡ് ചെയ്ത് മരിക്കുന്നത്. മാത്രമല്ല അന്ന് അവൻ സൂക്ഷിച്ചു വെച്ചിരുന്ന ഒരു വീഡിയോ എടുത്ത് സാൻ ആ റിപ്പോർട്ടറിനെ കാണിച്ചിട്ട് എത്രമാത്രം സിൻസിയർ ആയിട്ടാണ് ആ ഒരു ക്യാമറമാൻ ആ റിപ്പോർട്ടറിനെ സ്നേഹിച്ചത് എന്ന് കാണിക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് പിറ്റേ ദിവസം താൻ എന്താണ് ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നത് എന്ന് സംശയത്തോടെ അവൻ ഹ്യങ്ങിനോട് ചോദിക്കുമ്പോൾ തൽക്കാലത്തേക്ക് നീ അത് ആലോചിച്ച് ടെൻസ്ഡ് ആവേണ്ടെന്ന് ഹ്യങ്ങും പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് തലേ ദിവസത്തെ ആംബുലൻസിൽ അവൻ വന്നിറങ്ങിയ വീഡിയോ ഫുട്ടേജ് എല്ലാം അവൻ ചെക്ക് ചെയ്യുന്നതിന്റെ ഇടയിലാണ് ആ ഒരു വീഡിയോയില് ആ ഒരു സണ്ണിന്റെ പെൻഡന്റുമായിട്ട് മുഖം വ്യക്തമല്ലാത്ത രീതിയിൽ ഒരു ഫീമെയില് നിൽക്കുന്നതിന്റെ പ്രസൻസ് അവൻ കാണുന്നത്. ഇത് കണ്ട് സാൻ വളരെ ഷോക്ക്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സീനും കാണിച്ച് ഈ ഒരു സെക്കൻഡ് എപ്പിസോഡ് ഇവിടെ എൻഡ് ചെയ്യാണ്. ഇപ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവാത്ത കുറെ മിസ്റ്ററീസ് ഈ ഒരു ഡ്രാമയിൽ ഉണ്ടെന്നറിയാം. പക്ഷെ അതെല്ലാം ഇനി വരുന്ന എപ്പിസോഡ്സ് കാണുമ്പോഴേ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുള്ളൂ. അപ്പൊ അടുത്ത എപ്പിസോഡുമായിട്ട് നമുക്ക് നാളെ കാണാം. ചിൽ ദെൻ ബൈ ബൈ.